എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം BBA ബിസിനസ് റെഗുലേഷൻ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ വലിയൊരു സിലബസാണ് ബിസിനസ് റെഗുലേഷൻ. അതുകൊണ്ട് തന്നെ പ്രാധാന്യമെന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹു ആർ ദി പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ? നിയമപ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ആണ് അലൈൻ എനിമീസ്, കോൺവിക്ട്സ്, പ്രൊഫഷണൽ പേഴ്സൺസ്, ഇൻസോൾവെൻസ്, കോർപ്പറേഷൻസ് ആൻഡ് കമ്പനീസ്, വിമൻ ആൻഡ് ഫോറിൻ സവേറിയൻസ്. ഇതിന് നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. 5 മാർക്കിന് ചോദിച്ചാൽ ഞാനിവിടെ പോയിന്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിമീസ്, അലൈൻ എനിമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു രാജ്യത്തുള്ള ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശത്രു രാജ്യത്തിലുള്ള ഒരാളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ലോ പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. കോൺവിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറ്റവാളിയാണ്, ഏതെങ്കിലും ഒരു കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളെയാണ് കോൺവിക്ട്സ് എന്ന് പറയുന്നത്. അത്തരക്കാരെ ലോ ഡിസ്ക്വാളിഫൈ ചെയ്യും. ദെൻ പ്രൊഫഷണൽ പേഴ്സൺസ്, മറ്റൊരു ഡിസ്ക്വാളിഫൈഡ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ പേഴ്സൺസ് ആണ്. ദെൻ ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ആളുകളെ, കോടതി പാപ്പരായിട്ട് വിധിച്ചിട്ടുള്ള ആളുകളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. കോർപ്പറേഷൻസ് ആൻഡ് കമ്പനീസിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ വിമൻ ചില കേസിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഫോറിൻ സവേറിയൻസ് ആൻഡ് അംബാസഡേഴ്സ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറയുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ജസ്റ്റ് ആ പോയിന്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അലൈൻ എനിമീസ്, കോൺവിക്ട്സ്, പ്രൊഫഷണൽ പേഴ്സൺസ്, ഇൻസോൾവെൻറ്റ്, കോർപ്പറേഷൻസ് ആൻഡ് കമ്പനീസ്, വിമൻ ആൻഡ് ഫോറിൻ സവേറിയൻസ്. ദീസ് ആർ ദ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് വേജറിംഗ് എഗ്രിമെൻറ്റ്? അപ്പോൾ വേജറിംഗ് എഗ്രിമെൻറ്റിലെ എസെൻഷ്യൽസ്. വേജറിംഗ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു വോയിഡ് എഗ്രിമെൻ്റ് ആണ്. അതായത് നമ്മുടെ ഒരു ബെറ്റ് വെക്കുക, അത്തരത്തിലുള്ളതാണ്. അൺസർട്ടൈൻ ഇവൻറ്റ്, ഭാവിയിൽ നമുക്കതിന് സംഭവിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. മ്യൂച്വൽ ചാൻസസ് ഓഫ് ഗെയിൻ ഓർ ലോസ്, നഷ്ടപ്പെടാനും ലാഭമുണ്ടാകാനുമുള്ള ഒരു മ്യൂച്വൽ ചാൻസ് ആയിരിക്കും ബെറ്റ് വെക്കുമ്പോൾ ഉണ്ടാവുക. നോ അതർ ഇൻട്രസ്റ്റ് ഇൻ ദി ഇവൻറ്റ്, പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഈ ഒരു ഇവൻറ്റിൽ ഉണ്ടായിരിക്കില്ല. പ്രോമിസ് ടു പേ മണി ഓർ മണീസ് വർത്ത്, പണമോ അല്ലെങ്കിൽ പണത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു കാര്യം തരാമെന്നായിരിക്കും ബെറ്റ് വെക്കുമ്പോൾ നമ്മൾ പ്രോമിസ് ചെയ്യുന്നത്. നെയ്തർ പാർട്ടീസ് കൺട്രോൾ ഓവർ ദ ഇവൻറ്റ്, ആരും അതിൽ ആ ഒരു ഇവൻറ്റ് കൺട്രോൾ ചെയ്യുന്നില്ല. ബെറ്റ് മണി കം ഔട്ട് ഓഫ് ദി പോക്കറ്റ് ഓഫ് ദി പാർട്ടീസ്, ആരാണോ ബെറ്റ് വെച്ചത് ആ പാർട്ടീൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ കയ്യിലുള്ള പൈസ തന്നെ എടുക്കണം. ഇതാണ് എസെൻഷ്യൽസ് ഓഫ് വേജറിംഗ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഒരു ബെറ്റ് വെച്ചിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് വേജറിംഗ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് വോയിഡ് ആയിരിക്കും. അൺസർട്ടൈൻ ഇവൻറ്റ്, മ്യൂച്വൽ ചാൻസസ് ഓഫ് ഗെയിൻ ഓർ ലോസ്, നോ അതർ ഇൻട്രസ്റ്റ് ഇൻ ദി ഇവൻറ്റ്, പ്രോമിസ് ടു പേ മണി ഓർ മണീസ് വർത്ത്, neither parties control over the event, bet money came out of the pocket of the parties. Then explain the features of limited liability partnership. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒന്നാണ്. ലീഗൽ എൻറ്റിറ്റി, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, അറ്റ്ലീസ്റ്റ് 2 പാർട്ട്നേഴ്സ്, എനി ഇൻഡിവിജ്വൽ ഓർ ബോഡി കോർപ്പറേറ്റ് മേ ബി എ പാർട്ട്ണർ, വോളണ്ടറി ഓർ ട്രിബ്യൂണൽ വൈൻഡിങ് അപ്പ്, ഫിനാൻഷ്യൽ ഡിസ്ക്ലോസർ ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി. ഇതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ ഹു ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ? എക്സ്പ്ലെയിൻ റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ. അൺപെയ്ഡ് സെല്ലർ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ റൈറ്റുമാണ് ചോദിച്ചത്. എ പേഴ്സൺ ഹു ഹാസ് സോൾഡ് ഗുഡ്സ് ടു അനദർ പേഴ്സൺ ബട്ട് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഫോർ ദ ഗുഡ്സ് ഓർ ബീൻ പെയ്ഡ് പാർട്ട്ലി ഈസ് കോൾഡ് അൺപെയ്ഡ് സെല്ലർ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഗുഡ്സ് സോൾഡ് ചെയ്യുന്നു മറ്റൊരു വ്യക്തിക്ക്, പക്ഷേ ആ ഗുഡ്സ് പാർട്ട്ലി ആണ് പേ ചെയ്യുന്നത്, അതിനെയാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ അതിൻ്റെ പൈസ അടയ്ക്കാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് അൺപെയ്ഡ് സെല്ലർ, റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ്സും ഉണ്ട്, റൈറ്റ് അഗെയിൻസ്റ്റ് ബയറും ഉണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ്സിൽ തന്നെ ഗുഡ്സ് ബയർക്ക് പാസ് ചെയ്താലും പാസ് ചെയ്തിട്ടില്ലെങ്കിലുള്ള റൈറ്റ് ഉണ്ട്.
പാസ് ചെയ്താലുള്ള റൈറ്റ് നമുക്ക് നോക്കാം. റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ടു സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ്, റൈറ്റ് ടു റീസെയിൽ. അത് തന്നെയാണ് എന്തിലും വരുന്നത്, ഗുഡ്സ് നോട്ട് പാസ്ഡ് ടു ബയറിൽ വരുന്നത്. ദെൻ റൈറ്റ് എഗെയിൻസ്റ്റ് ദ ബയർ വരുന്നത് റൈറ്റ് ടു സ്യൂട്ട് ഫോർ ദ പ്രൈസ്. ബയർ അടുത്തുനിന്ന് ആ പ്രൈസ് ഈടാക്കാൻ വേണ്ടിയിട്ട് സ്യൂ ചെയ്യാം. ഡാമേജ് ഫോർ നോൺ ആക്സെപ്റ്റൻസ്, അതുപോലെ ഡാമേജ് ഫോർ റെപ്യൂഡിയേഷൻ ആൻഡ് റൈറ്റ് ടു സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. പിന്നെ വാട്ട് ആർ ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ്. അപ്പോൾ ബെയിൽമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി നമ്മളൊരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, ഒരു വസ്തുവോ ഗുഡ്സോ കൊടുക്കുന്ന അത്തരത്തിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ഡെലിവറി ഓഫ് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നുണ്ട്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഗുഡ്സ് ഡെലിവറി നടത്തുന്നത്. ആ സെയിം ഗുഡ്സ് തന്നെ റിട്ടേൺ ചെയ്യണം, അതൊരു കോൺട്രാക്റ്റ് ആണ്. ഓണർഷിപ്പ് കൈമാറുന്നില്ല, പൊസിഷൻ ഓഫ് ഗുഡ്സ് ആണ് കൈമാറുന്നത്, അവിടെ ഒരു ഗുഡ്സ് ഉണ്ടായിരിക്കണം. എക്സ്പ്ലെയിൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ എസെൻഷ്യൽ എലമെന്റ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽസിൽ വരുന്നത് 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം, അതൊരു കോൺട്രാക്റ്റ് ആണ്. മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം, ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിരിക്കണം, പ്രൈസ് നിശ്ചയിച്ചിരിക്കണം, ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ടായിരിക്കും. അടുത്തതാണ് എക്സ്പ്ലെയിൻ ദി റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു കൺസ്യൂമറുടെ റൈറ്റ് എന്തൊക്കെയാണ്? റൈറ്റ് ടു സേഫ്റ്റി, ഒരു ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൻ്റെ സുരക്ഷയ്ക്കുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ബി ഇൻഫോംഡ്, പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും അതിൻ്റെ വില വിവരങ്ങളെക്കുറിച്ചും അറിയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ചൂസ്, ആളുകൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാൻ, ഒരു കൺസ്യൂമറിന് ഒരു ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ബി ഹിയേർഡ്, കേൾക്കാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ റിഡ്രസൽ, അതിന് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അതിനുള്ള റൈറ്റും ഉണ്ട്. റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഷുഡ് ബി അവെയർ ഓഫ് ഹിസ് റൈറ്റ്സ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമേഴ്സിന് എന്തൊക്കെ റൈറ്റ് ആണുള്ളത് എന്നുള്ളതിൻ്റെ അവെയർനെസ്. കൺസ്യൂമർ ഷുഡ് ബി അവെയർ ഓഫ് പ്രോഡക്റ്റ് ദേ ആർ ബൈയിങ്, വാങ്ങിക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് അവെയർനെസ് ഉണ്ടായിരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. കൺസ്യൂമർ ഷുഡ് ഡിമാൻഡ് പ്രോപ്പർ ബിൽ, ഏതൊരു ഇടപാട് കഴിഞ്ഞാലും കൺസ്യൂമർ അതിൻ്റെ ബില്ല് വാങ്ങിക്കണം. കൺസ്യൂമർ ഷുഡ് ഫയൽ കംപ്ലയിൻറ്റ് ഫോർ ഫോൾട്ടി പ്രോഡക്റ്റ്, മോശം പ്രോഡക്റ്റ് ആണ് കൺസ്യൂമറിന് കിട്ടിയതെങ്കിൽ അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. കൺസ്യൂമർ ഷുഡ് ചെക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ദ പ്രോഡക്റ്റ്, ഓരോ പ്രോഡക്റ്റിൻ്റെയും ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അത് ചെക്ക് ചെയ്യാനുള്ള റൈറ്റും കൺസ്യൂമർക്കുണ്ട്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൺസ്യൂമർ, അതുപോലെ തന്നെ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽസ്, എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ്, റൈറ്റ് ഓഫ് അൺപെയ്ഡ് സെല്ലർ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ വേജറിംഗ് എഗ്രിമെൻറ്റിൻ്റെ എസെൻഷ്യൽസ്, പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് നോക്കുക. താങ്ക്